9 ദിവസത്തെ നോമ്പാചരണത്തിനും പിന്നീടുള്ള ഓശാന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും എല്ലാം താണ്ടി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പ്രതികരണങ്ങൾ, ഈസ്റ്റർ സന്ദേശങ്ങൾ സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രമുഖരുമെല്ലാം വിശ്വാസികൾക്ക് ഈസ്റ്റർ സന്ദേശം അറിയിക്കുന്നുണ്ട്. ഓരോന്നോരോന്നായി നമുക്ക് അവരുടെ സന്ദേശമെല്ലാം കേൾക്കാം. ആദ്യം ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയന്റെ വാക്കുകളിലേക്ക്. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ ആ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ മംഗളകരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ വാക്കുകളിലേക്ക്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷവും ആവോളം ആസ്വദിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമായവൻ എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യാശ നിറഞ്ഞ സന്ദേശം നേർന്നുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ വാക്കുകളിലേക്ക്. മഹാജൂബിലി കൊണ്ടാടുന്ന 2025 ഉത്ഥാന പെരുന്നാള് ആഘോഷിക്കുകയാണ് നമ്മൾ. ഒരുപാട് സ്നേഹത്തോടും വികാരവായ്പോടും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്ഥാന തിരുനാളിന്റെ സർവ്വദൈവാനുഗ്രഹവും നന്മയും മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. സഭാ മേലധ്യക്ഷന്മാർക്കൊപ്പം രാഷ്ട്രീയ പ്രമുഖരും ഈസ്റ്റർ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസമാണ് ഈ ഉയർപ്പ് എല്ലാവർക്കും നൽകുന്നത്. നമ്മളെപ്പോഴും പറയും, നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം. കാരണം നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നയാൾ വിശ്വസ്തനാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഈസ്റ്റർ ആശംസകൾ നേരുന്നു.